ചേട്ടനെ നോക്കണ്ട, ചേട്ടാ ചേച്ചിക്ക് രണ്ട് പകം വന്നു. വാ വന്ന് തിന്നോ, അച്ഛപൂർവ്വം കിട്ടണോ എന്നാ വാ ചേട്ടൻ. നമസ്കാരം, മിനിസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പങ്കുവെക്കലിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ കാഴ്ചയാണ് ഈ നിൽക്കുന്നത്. 10 വർഷം മുമ്പ് ഇവിടെ ഓട്ടം ഓടിക്കുന്ന ഷായിച്ചേട്ടൻ നട്ട ഞാവലാണ്. ഞാവൽമരത്തോടൊപ്പം ബദാം വൃക്ഷമുണ്ട്. ഈ തൊടുപുഴ പാതയോരം മുഴുവൻ മനോഹരമായ വൃക്ഷത്തൈകൾ നടുകയാണ്. ഇപ്പോൾ ഈ ഞാവലിൽ ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്ന സമയമാണ്. ഈ ഓട്ടോയിലെ ചേട്ടന്മാരൊക്കെ അത് പറിച്ചെടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പങ്കുവെക്കലിൽ ഒത്തിരി ആൾക്കാർ ഇതെല്ലാം വന്ന് സന്തോഷപൂർവ്വം വാങ്ങുന്നുണ്ട്. വളരെ സന്തോഷമാണ്. പരിസ്ഥിതി സ്നേഹം എന്നറിയപ്പെടുന്ന ഒരു ദിവസം മാത്രമല്ല, അത് 360 ദിവസവും നീണ്ടു നിൽക്കുന്ന ഷായിച്ചേട്ടനെ പോലെയുള്ള ഓട്ടോ ഡ്രൈവർമാർ നമ്മോടൊപ്പമുണ്ട്. ഇത് വഴിയാത്രക്കാരൊക്കെ വന്ന് താഴെ വന്ന് കൊതിയോടെ നോക്കി നിൽക്കുമ്പോൾ ഇവരത് പറിച്ചെടുത്ത്, അതും ഡാമേജ് വരാതെ പറിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. തൊടുപുഴയിലെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഈ ഓട്ടോക്കാരുടെ സൗഹൃദം, പരിസ്ഥിതി സ്നേഹം, പ്രകൃതി സ്നേഹം, മാനവ സ്നേഹം മാതൃകയായി മാറുകയാണ്. 1000 ആശംസകൾ. താങ്ക് യു. പേരെന്നിട്ട് പറയോ? എൽദോസ്. ഷായിച്ചേട്ടൻ ഇവിടെ പുറത്തു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ മീഡിയ ന്യൂസിൽ കണ്ടെത്തി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. തൊടുപുഴ ബസ് സ്റ്റാൻഡിന് പരിസരവും വളരെ ഹരിതാഭമായിട്ട് മാറട്ടെ. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെ? പേര് സിജോ. അദ്ദേഹമാണ് ഇപ്പോൾ പറിച്ച് നമുക്ക് 4-5 കായകൾ തന്നത്. വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പേർക്ക് കൊടുക്കുന്നത് പങ്കുവെക്കുന്ന സന്തോഷം അല്ലേ? അതെ അതെ. അപ്പോൾ അവിടെ ഷായിച്ചേട്ടൻ്റെ ഒരു ഉദ്യമം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണത്. അതെ, അദ്ദേഹം നട്ടതാണ്. നമ്മൾ ഇന്ന് നടുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മറ്റവർക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഈ സ്നേഹം, ഹരിത സ്നേഹം എന്നും പടരട്ടെ. നന്ദിയോടുകൂടി ഓട്ടോ സ്റ്റാൻഡിൻ്റെ സമീപത്ത് നട്ടിരിക്കുന്ന ഞാവൽ പഴത്തിൻ്റെ മരച്ചോട്ടിൽ നിന്ന് ഞാവൽ കായുമായി മനോജ് മേലുകാവ്.